നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത ശ്രീകുമാർ, ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന വളരെ നേരത്തെ തന്നെ ആകുന്ന ആർത്തവത്തിന് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഏർലി മെനാർക്കി എന്ന് പറയും. ഈ ഒരു കണ്ടീഷനെ എങ്ങനെ തന്നെ നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാം, ഒരു പാരന്റിന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. മെയിനായിട്ട് 3 ചേഞ്ചസ് അല്ലെങ്കിൽ ഫിസിക്കലി കാണാൻ പറ്റുന്ന 3 ചേഞ്ചസ് ആണ് ഈ കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യത്തേത് ചെറിയ രീതിയിലുള്ള ഒരു ബ്രസ്റ്റിന്റെ ഡെവലപ്മെന്റ്, അതായത് ചെറിയതായിട്ട് ബ്രസ്റ്റ് ഒന്ന് ഡെവലപ്പ് ആവുന്നതായിട്ട് അവരുടെ അമ്മയ്ക്ക് തന്നെ അത് ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ചേഞ്ച് നമുക്ക് ആദ്യമായി പീരീഡ്സ് ആവുന്നതിന് ഒരു 1-2 വർഷം മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സെക്കൻഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യൂബിക് ഹെയർ ഡെവലപ്മെന്റ് ആണ്. പ്യൂബിക് ഹെയർസിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെനൈറ്റൽസിന്റെ ആ ഒരു റീജിയണിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം, അതുപോലെ തന്നെ അണ്ടർ ആംസിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം. ഈ സിംറ്റമാണ് അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ഇതും ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് തുടങ്ങിയതിന് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ, ഒരു 6 മാസത്തിന് ശേഷം തന്നെ ഈ ഒരു പ്യൂബിക് ഹെയർ ഡെവലപ്മെന്റും നമുക്ക് കാണാൻ സാധിക്കും. തേർഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു പെൺകുട്ടിക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു സിംറ്റമാണ്. അതായത് വജൈനൽ ഡിസ്ചാർജ്. ഒരു ക്ലിയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വാട്ടറി വൈറ്റ് ഡിസ്ചാർജ് ആയിട്ടോ നമ്മുടെ വജൈനിൽ നിന്ന് ചെറിയ രീതിയിലൊരു ഡിസ്ചാർജ് നമുക്ക് ആദ്യമായി പീരീഡ്സ് ആവുന്നതിന് 6 മാസം മുന്നേ തന്നെ ആ ഒരു കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ചേഞ്ചസ്. ഈ സിംറ്റംസ് കൂടാതെ വേറെ കുറച്ച് സിംറ്റംസും ഈ കുട്ടികൾ പ്രസന്റ് ചെയ്യുന്നതാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് അടിവയറ്റിൽ ചെറുതായിട്ട് വേദനയോ അല്ലെങ്കിൽ വീർത്ത് വരുന്നതായിട്ടൊക്കെ ആ കുട്ടി നമുക്ക് പ്രസന്റ് ചെയ്യാം. അതൊരു ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. കൂടാതെ ഈ ബ്രസ്റ്റിലാണെങ്കിലും ചിലപ്പോൾ തൊടുമ്പോൾ ചെറിയ രീതിയിൽ ഒരു വേദനയും പ്രസന്റ് ചെയ്യാം. ഇനി ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം മുഖത്തൊക്കെ ചെറിയ രീതിയിലായിട്ടുള്ള ആക്നെ, അതായത് കുരുക്കൾ, മുഖക്കുരുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കൂടാതെ വിയർപ്പിന് ഭയങ്കരമായ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഒരു ബാഡ് ഓർഡർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ പീരീഡ്സ് ആദ്യമായി തുടങ്ങുന്നതിന് കുറച്ച് നാൾ മുന്നേ മൂഡ് സ്വിങ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ദേഷ്യമോ സങ്കടമോ പോലെയുള്ള വികാരങ്ങൾ മാറി മാറി കുട്ടിയിൽ പ്രകടമായി കാണാം. പിന്നെ സാധാരണയിലും കൂടുതൽ ക്ഷീണം ഈ കുട്ടി എല്ലാ ദിവസവും പ്രസന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാം. ഇതൊക്കെയാണ് ഒരു കുട്ടിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സിംറ്റംസ്. ഏർലി മെനാർക്കിയെ കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ കോൺടാക്ട് മീ. താങ്ക് യു.